നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? Summation minus 1 power n by root n is convergent. Summation minus 1 power n by root n plus n is absolutely convergent. Summation 1 plus minus 1 power n root n plus log n by n power 3 by 2 is convergent. And C, options D, minus 1 power n root n plus 1 by n power 3 by 2 is convergent. Okay. First of all, നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ മുൻപൊരു തിയറം ഉണ്ടായിരുന്നു ലെബനീസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ, ബൈ യൂസിങ് ലെബനീസ് ടെസ്റ്റ്. എന്താ ലെബനീസ് ടെസ്റ്റ് പറയുന്നത്? ഓർ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ്. ലെബനീസ് ടെസ്റ്റ് തന്നെ എന്താ പറയും? ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എന്ന് പറയാം. നമുക്കിത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇത് പറയുന്നത്, ലെബനീസ് ടെസ്റ്റ് പറയുന്നത് ഇതാണ്, എ എൻ, അതായത് സമ്മേഷൻ മൈനസ് 1 പവർ എൻ എ എൻ എന്നുള്ള ഫോമിലാണെന്ന് വിചാരിക്കുക. അതായത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ഈ ഫോമിലായിരിക്കും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ എൻ ഈസ് മോണോട്ടോണിക്കലി, ഇഫ് എ എൻ ഈസ് monotonically decreasing, if an is monotonically decreasing and limit n tends to infinity an equal to 0, and if limit n tends to infinity an is equal to 0, then summation minus 1 power n an is convergent. Okay, then minus 1 power n, summation minus 1 power an is convergent. This is the Leibniz test or alternating series test. Okay, so അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ an എന്താണ്? an is equal to 1 by root n ആണ് അല്ലേ? 1 by root n ആണ്. നമുക്ക് എന്തറിയാം? root n is less than root of n plus 1. So 1 by root n is greater than 1 by root of n plus 1. So it is decreasing. Okay, monotonically decreasing ആണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റ് n tends to infinity. ലിമിറ്റ് n tends to infinity 1 by root n ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ മൈനസ് 1 പവർ n 1 by root n or minus 1 power n by root n is convergent. ഓക്കെ, എന്താണെന്ന് പറയാം? കൺവെർജന്റ് ആണെന്ന് പറയാം. സോ ഓപ്ഷൻ 1 ഈസ് ട്രൂ. ഓപ്ഷൻ 1 ഈസ് ട്രൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബി, ഓപ്ഷൻ ബി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ റൂട്ട് n പ്ലസ് n ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്നാണ് പറയുന്നത്. അബ്സല്യൂട്ട്ലി കൺവെർജന്റ്. അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? അതിന്റെ മോഡുലസ് എന്താവണം? കൺവെർജന്റ് ആവണം അല്ലേ? അതിന്റെ മോഡുലസ് കൺവെർജന്റ് ആണോ? എപ്പോൾ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണെന്ന് പറയാം? അതിന്റെ മോഡുലസ് അല്ലേ? സമ്മേഷൻ an ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് if summation mod an is convergent. ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈസ് കൺവെർജന്റ്. സോ സമ്മേഷൻ മോഡ് an നോക്കുക. സമ്മേഷൻ മോഡ് an എന്ന് പറയുമ്പോൾ സമ്മേഷൻ മോഡുലസ് ഓഫ് മൈനസ് 1 പവർ n ബൈ റൂട്ട് n പ്ലസ് n. ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ 1 ബൈ റൂട്ട് n പ്ലസ് n. ഓക്കെ, ഹിയർ നമുക്ക് എന്ത് ചെയ്യാം? an is equal to 1 by root n plus n എടുക്കാം. 1 by root n plus n എടുക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ടെസ്റ്റ് ആണ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സീരീസിന്റെ ഫസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. an is equal to എടുത്തു. സോ bn ആയിട്ട് ഞാൻ എന്തെടുത്തു? 1 by n എടുത്തു. bn ആയിട്ട് 1 by n എടുത്തു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇനി an by bn ചെയ്യാണ്. ഓക്കെ, an by bn നോക്കണം. ലിമിറ്റ്, അതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്. ലിമിറ്റ് n tends to infinity an by bn. This is equal to ലിമിറ്റ് n tends to infinity an എന്താണ്? 1 by root n plus n divided by 1 by n. Okay, this is equal to limit n tends to infinity n divided by root n plus n, and this is equal to limit n tends to infinity n divided by n outside എടുത്തു കഴിഞ്ഞാൽ root n by n വരും. that is 1 by root n plus 1. so n ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇതിന്റെ ലിമിറ്റ് എന്തായിരിക്കും?
1/√10 പ്ലസ് 1 വരും. സോ ഇത് 0യിലേക്ക് കൺവേർജ് ചെയ്യും. സോ ലിമിറ്റ് ഈസ് 1 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് എന്തറിയാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn ഈക്വൽ ടു l വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ, നോട്ട് ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഓക്കെ, ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ an and this is the result. Okay, summation an and summation bn converge or diverge together. Converge or diverge together. ഓക്കെ, അതായത് സമ്മേഷൻ എ എൻ സമ്മേഷൻ ബി എൻ കൺവേർജും ഡൈവേർജും ചെയ്യും ഒരുമിച്ച്. അതായത് സമ്മേഷൻ ബി എൻ കൺവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എനും കൺവേർജന്റ് ആയിരിക്കും. സമ്മേഷൻ ബി എൻ ഡൈവേർജന്റ് ആണെങ്കിൽ സമ്മേഷൻ എ എനും എന്തായിരിക്കും, ഡൈവേർജന്റ് ആയിരിക്കും. അല്ലാതെ എന്ത് വരില്ല, സമ്മേഷൻ ബി എൻ കൺവേർജന്റ് ആയിട്ട് സമ്മേഷൻ എ എൻ ഡൈവേർജന്റ് ആയിട്ട് വരില്ല. രണ്ട് എന്താണോ സമ്മേഷൻ ബി എൻ എന്താണോ അതിനായിരിക്കും സമ്മേഷൻ എ എൻ, സമ്മേഷൻ എ എൻ എന്താണോ അതന്നെയായിരിക്കും സമ്മേഷൻ സീരീസ് ബി എൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ പറയാം, ബി എൻ ആയിട്ട് നമ്മൾ എടുത്തത് എന്താണ്, this is equal to summation 1/n ആണ്, is divergent അല്ലേ. hence നമുക്ക് എന്ത് പറയാൻ പറ്റും, summation an which is equal to summation 1/√n plus n is divergent. ഓക്കെ, ഇത് ഡൈവേർജന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നിട്ട് സമ്മേഷൻ മോഡുലസ് ഓഫ് -1/n/√n plus n is divergent. അപ്പോൾ അതെന്തല്ല, absolutely convergent അല്ല എന്ന് പറയാം. ഓക്കെ, absolutely convergent അല്ല. സോ ഓപ്ഷൻ 2 is wrong. ഓപ്ഷൻ 2 is wrong. ഓക്കെ, നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി നോക്കാം. കാരണം ഓപ്ഷൻ സി കുറച്ച് ലെങ്തി ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി നോക്കാം. വാട്ട് അബൌട്ട് ഓപ്ഷൻ ഡി? ഓപ്ഷൻ ഡി പറയുന്നത് -1/n√n divided by n^3/2 plus 1/n^3/2 ആണ്. ഓക്കെ, സോ we have summation -1/n√n plus 1/n^3/2. ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ √n എന്ന് പറഞ്ഞാൽ n^1/2 അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു -1/n√n or is equal to n^1/2 by n^3/2 plus summation 1/n^3/2 and this is equal to ഇതെന്താണ്, n^1/2 n^3/2 അല്ലേ. n^1/2 ഇവിടെ വരുമ്പോൾ n^-1/2 ആയിരിക്കും. സോ n^3/2 into n^-1/2 വരും. and this is equal to n^2/2. n^2/2 പറയുമ്പോൾ n വരും. ഓക്കെ, സോ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ -1/n divided by n plus summation 1/n^3/2. ഇതിൽ ഈ സീരീസ് എന്താണ്, ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് അല്ലേ. ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. 1/n എന്നുള്ളത് ഇൻറ്റു 1/n ആണ്. 1/n എന്നുള്ളത് ഇതിന്റെ ലിമിറ്റ് എന്താണ്, 0യിലേക്ക് പോകുന്നുണ്ട്. 1/n പ്ലസ്, ഓക്കെ നമ്മുടെ കുറച്ച് സ്ലോ ആണ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, -1/n/n ആ സീരീസ് എന്താണ്, ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. നമുക്ക് എന്ത് പറയാം, അതിന്റെ ലിമിറ്റ് 1/n ലിമിറ്റ് 0യിലേക്കാണ് പോകുന്നത്. an equal to 1/n എടുത്തു കഴിഞ്ഞാൽ 1/n ലിമിറ്റ് 0യിലേക്ക് പോകുന്നു. അതെന്താണ്, ഒരു മൊണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസും കൂടിയാണ്. സോ നമുക്ക് എന്ത് പറയാം, ബൈ ലെബനീസ് ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ ലെബനീസ് ടെസ്റ്റ് പ്രകാരം ഇത് കൺവേർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഇതെന്താണ്, പി ടെസ്റ്റ് യൂസ് ചെയ്യാം അല്ലെ. ഇവിടെ n⁻p ഇവിടെ എന്താണ്, ഈക്വൽ ടു 3/2 വിച്ച് ഇസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1. p equal to 3/2 which is strictly greater than 1. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതും എന്താണ്, കൺവേർജന്റ് ആണ്. ഓക്കെ, സമ്മേഷൻ 1/n⁻p ഈസ് കൺവേർജന്റ്. p ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താവും, കൺവേർജന്റ് ആവും നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഇതും എന്ത് തന്നെയാണ്, കൺവേർജന്റ് തന്നെയാണ്. ഓക്കെ, സോ ഈ രണ്ട് സീരീസും കൺവേർജന്റ് ആണ്. സോ their sum is also convergent. ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ സീരീസ് എന്താണ്, കൺവേർജന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ഓൾസോ ട്രൂ. ഓപ്ഷൻ ഡി ഈസ് ട്രൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് ഓപ്ഷൻ സി ആണ്.
ഓക്കെ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി പറയുന്നത് ഇതാണ്, സമ്മേഷൻ 1 പ്ലസ് മൈനസ് 1 പവർ n റൂട്ട് n പ്ലസ് log n ഡിവൈഡഡ് ബൈ n പവർ 3/2. ഓക്കെ, n പവർ 3/2 ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, മൂന്നെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. മൂന്നെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ദിസ് ഈക്വൽ ടു സമ്മേഷൻ, ആദ്യം 1 ഇൻറ്റു റൂട്ട് n ഉണ്ട് അല്ലേ, 1 ഇൻറ്റു റൂട്ട് n ഡിവൈഡഡ് ബൈ n പവർ 3/2. സോ ദാറ്റ് ഈസ് റൂട്ട് n ഡിവൈഡഡ് ബൈ 3/2. റൂട്ട് n ഡിവൈഡഡ് ബൈ 3/2 പറയുമ്പോൾ എന്താണ്, 1/n ആണ്. സമ്മേഷൻ 1/n. ഓക്കെ, റൂട്ട് n ഡിവൈഡഡ് ബൈ 3/2. റൂട്ട് n എന്ന് പറയുമ്പോൾ ദിസ് ഇസ് n പവർ 1/2 ഡിവൈഡഡ് ബൈ n പവർ 3/2. യൂഷ്വൽ വേ ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക, ദിസ് ഈക്വൽ ടു n ആണെന്ന് നേരത്തെ പറഞ്ഞു, 1/n പ്ലസ് നെക്സ്റ്റ് പറയുന്നത് മൈനസ് 1 പവർ n ഇൻറ്റു റൂട്ട് n ബൈ n പവർ 3/2. അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സമ്മേഷൻ മൈനസ് 1 പവർ n ബൈ n ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് എഴുതാണ് log n ഓർ മറ്റെഴുതാം, സമ്മേഷൻ log n ഡിവൈഡഡ് ബൈ n പവർ 3/2. ഓക്കെ, log n ഡിവൈഡഡ് ബൈ n പവർ 3/2. സോ ഇതിൽ നമുക്ക് എന്തറിയാം, ഈ സീരീസ് ഡൈവർജന്റ് ആണ്. ഓക്കെ, ഈ സീരീസ് ഡൈവർജന്റ് ആണ്, ഇത് കൺവെർജന്റ് ആണ്. ഇതിന്റെ കൺവെർജൻസും കൂടി അറിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ ഡൈവർജന്റ് ആണോ കൺവെർജന്റ് ആണോ, മൊത്തം സീരീസിന്റെ ഡൈവർജൻസിനെ കുറിച്ചോ കൺവെർജൻസിനെ കുറിച്ചോ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ഡൈവർജൻസിനെ കുറിച്ചാണ്. ഇതിന്റെ ഡൈവർജൻസ് ആണോ ഇത് കൺവെർജന്റ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അത് നോക്കാം നമുക്ക്. സമ്മേഷൻ log n ബൈ n പവർ 3/2 ഉണ്ട് അല്ലേ. ഇനി നമുക്ക് എന്തറിയാം, റിസൾട്ട്. ഓക്കെ, ഇതിൽ കുറച്ച് റിസൾട്ട് യൂസ് ചെയ്യാനുണ്ട്. ഈ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. സമ്മേഷൻ എ എൻ ആൻഡ് സമ്മേഷൻ എ, സമ്മേഷൻ 2 പവർ n a 2 പവർ n കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ. ഡൈവേർജ് ടുഗദർ, അതായത് സമ്മേഷൻ എ എന്നും സമ്മേഷൻ 2 പവർ n a 2 പവർ n എന്നുള്ളതും കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ. ഓക്കെ, അതായത് ഏതെങ്കിലും ഒന്ന് കൺവെർജന്റ് ആണെങ്കിൽ മറ്റേതും കൺവെർജന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സീരീസിന്റെ കൺവെർജൻസും ഡൈവേർജൻസും ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ എ എന്നിന് പകരം സമ്മേഷൻ 2 പവർ n a 2 പവർ n എഴുതാൽ മതി. മെയിൻ ആയിട്ട് നമ്മൾ ലോഗ് n വരുന്ന സീരീസുകളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഓക്കെ, ഈ ഒരു മെത്തേഡിലൂടെയാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നോക്കാൻ എന്ത് ചെയ്താൽ മതി, log n ബൈ n പവർ 3/2 ആണ് അല്ലേ. അപ്പോൾ log n 2 പവർ n ഇൻറ്റു log 2 പവർ n, n വരുന്നിടത്തൊക്കെ എന്ത് റീപ്ലേസ് ചെയ്യാം, 2 പവർ n റീപ്ലേസ് ചെയ്യാം. n വരുന്നിടത്തൊക്കെ 2 പവർ n റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ 2 പവർ n ഇൻറ്റു log 2 പവർ n ഡിവൈഡഡ് ബൈ n പകരം 2 പവർ n റീപ്ലേസ് ചെയ്തു, ഓൾ പവർ 3/2 ചെയ്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ 2 പവർ n ഇൻറ്റു log 2 പവർ n ഡിവൈഡഡ് ബൈ 2 പവർ 3/2 n. Okay, 2 power 3/2 n. And this is equal to summation. What is log 2 power n? This is n log 2 അല്ലേ, n log 2. ഇനി 2 പവർ n ഉണ്ട്, 2 പവർ 3/2 n ഉണ്ട്. ഈ 2 പവർ n താഴത്തേക്ക് ക്ലബ് ചെയ്തു. താഴത്തേക്ക് ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിവൈഡഡ് ബൈ 2 പവർ 3/2 n മൈനസ് n കിട്ടും. ദാറ്റ് ഈസ് 2 പവർ n ഡിവൈഡഡ് ബൈ 2 പവർ 3/2 n എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പവർ 3/2 n മൈനസ് n എന്ന് കിട്ടും. വാട്ട് ഈസ് 3/2 മൈനസ് n മൈനസ് n? ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പവർ 1/2 n. 1/2 n വരും. ദാറ്റ് ഈസ് 2 പവർ 1/2 n. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു log 2 നെ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം, കാരണം കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സമ്മേഷൻ n ഡിവൈഡഡ് ബൈ 2 പവർ 1/2 n. ഓക്കെ, 2 പവർ 1/2. സോ ഇതിന്റെ കൺവെർജൻസ് ചെക്ക് ചെയ്യണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും.
റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, റിസൾട്ട് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് എ എൻ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ 2^1/2 എൻ ആണ്. സോ എ എൻ പവർ 1/n ചെയ്യുമ്പോൾ റൂട്ട് ടെസ്റ്റ് ഓർ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം കേട്ടോ, രണ്ടും യൂസ് ചെയ്യാം. ഇവിടെ സുഖം റൂട്ട് ടെസ്റ്റ് ആണ്. എ എൻ പവർ 1/n എന്താണ് n പവർ 1/n ഡിവൈഡഡ് ബൈ 2^1/2 2^1/2n ഓൾ പവർ 1/n വരും. സോ ഓൾ പവർ 1/n വരുമ്പോൾ ഈ എന്നും ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉള്ളത് n പവർ 1/n ബൈ 2^1/2 that is root 2. 2^1/2 means root 2. So as n tends to infinity നമുക്ക് എന്ത് പറയാം an പവർ 1/n ഈക്വൽ ടു n പവർ 1/n ബൈ root 2 converges to n പവർ 1/n എങ്ങോട്ട് കൺവേർജ് ചെയ്യും 1ലേക്ക് കൺവേർജ് ചെയ്യും. സോ 1/√2ലേക്ക് കൺവേർജ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ 1 അല്ലെ. റിസൾട്ട് എന്താ പറയുന്നത്, റിസൾട്ട് പറയുന്നത് ലിമിറ്റ് n tends to infinity an പവർ 1/n ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ ഇംപ്ലൈസ് സമ്മേഷൻ an converges. സമ്മേഷൻ an converges അതാണ് റിസൾട്ട് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, will implies that summation an is equal to an ആക്കിയിട്ട് എടുക്കണം. നമ്മൾ പല സ്ഥലത്തും anകൾ എടുക്കുന്നുണ്ട്. സോ ഇതിനെ bn ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, bn converges will implies that summation ഇവിടെ നമുക്ക് എന്ത് പറയാം summation 2^n into log 2^n divided by 2^n all power 3/2 converges. Will implies that summation log n divided by n power 3/2 converges. ബൈ ആ തിയറത്തിന് നമ്മൾ പറയുന്നത് കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, ഓർമ്മയിൽ ഉണ്ടാവണം, ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ആണ്. ദിസ് ഈസ് കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ്. ലോഗരിതം ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണത്, കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ്. സോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇത് കൺവേർജന്റ് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഓക്കെ, സമ്മേഷൻ നമ്മുടെ റിസൾട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നു 1 + -1^n √n + log n ഡിവൈഡഡ് ബൈ n പവർ 3/2. ഇത് നമ്മൾ ക്ലബ് ചെയ്ത് എഴുതുന്നത് സമ്മേഷൻ 1/n പ്ലസ് സമ്മേഷൻ -1^n പ്ലസ് log n ബൈ n പവർ 3/2. ഇത് കൺവേർജന്റ് ആണ്, ഇതും ഇതിന്റെ സീരീസിന്റെ സമ്മും കൺവേർജന്റ് ആണ്. സോ അത് അവ തമ്മിൽ ആഡ് ചെയ്താൽ എന്താണ്, അതും കൺവേർജന്റ് ആണ്. സോ ഈ സമ്മിന്റെ ഈ പോർഷൻ എന്താണ്, കൺവേർജന്റ് ആണ്. സോ ഇതിന്റെ ലിമിറ്റ് എന്തായിട്ട് നമുക്ക് പറയാം, സം എ എന്ന് എടുക്കാം. ഓക്കെ, എ എന്ന് എടുക്കാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് സമ്മേഷൻ 1/n എന്ന് എടുക്കാം. എ പ്ലസ് സമ്മേഷൻ 1/n എന്ന് എടുക്കാം. പക്ഷെ ഇതെന്തല്ല, ഇത് കൺവേർജന്റ് അല്ല, ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ഇതും എന്തായിരിക്കും, എ പ്ലസ് സമ്മേഷൻ 1/n എന്നുള്ളത് എന്തായിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഡസ് നോട്ട് will implies that diverges. ഓക്കെ, ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ സീരീസ് മൊത്തം സീരീസ് നമുക്ക് എന്ത് പറയാം, ഡൈവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ കണ്ടുള്ള ഈ സീരീസ് ദിസ് ഈസ് ഡൈവേർജന്റ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ഫാൾസ്. Option C is false. So option A and D are true. Option A and D are true. Our question is done. Let A1 is equal to -1 and An is equal to An plus 1 plus 4. Then what is limit n tends to infinity 1/A1 A2 plus 1/A2 A3 plus etc. plus 1/An minus 1 An. Okay. So A1 equal to -1. സോ Anന്റെ ഒരു ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ A1 equal to -1 ആണ്. A1 equal to -1. An equal to An plus 1 plus 4 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. സോ
വാട്ട് അബൌട്ട് A2? A2 നോക്കാൻ വേണ്ടിയിട്ട് A1 ഈക്വൽ ടു A2 പ്ലസ് 4. സോ A2 ഈക്വൽ ടു A1 -1 ആണ്, -1 -4 -5 കിട്ടും. നെക്സ്റ്റ് A3 കാണാൻ എന്ത് ചെയ്യണം? A2 ഈക്വൽ ടു A3 പ്ലസ് 4 ആണ് അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു, സോ A3 ഈക്വൽ ടു A2 മൈനസ് 4, ദാറ്റ് ഇസ് -5 -4 -9. സോ ഈ ഫോമിലാണ് വരുന്നത് ആക്ച്വലി. ആ ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാം. ഇറ്റ്സ് അരിത്മെറ്റിക് സീക്വൻസ്. -1 -5 -9 -13 -17 എക്സെട്ര. ഓക്കെ, ANന്റെ ഒരു സീക്വൻസ് അങ്ങനെയാണ്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിനെ പരമാവധി സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ 1/A1 A2 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. ഏതൊക്കെ രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ 1/A1 A2 എന്ന് പറയുമ്പോൾ 1 into 5 അല്ലെങ്കിൽ -1 into -5 എന്നാണ്, നമുക്ക് 1 into 5 എന്ന് എഴുതാം. ഓക്കെ, 1/1 into 5. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഞാനൊരു 1/4 ഇവിടെ എഴുതി. 1 - 1/5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 5 - 1/4 അല്ലേ? 5 - 1/5 ദാറ്റ് ഈസ് 4/5. അപ്പോൾ ഒരു 4 ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1/4 എന്നുള്ളത് ചേർത്തു. 1/4 ചേർത്തു. സോ ഇവിടെ എന്ത് വരും? 1/4 വരും. 1/4 4/5 വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/1 into 5. സോ ദിസ് ഇസ് 1/1. അപ്പോൾ ഇത് ഈ ഒരൊറ്റ ഇതിന് മാത്രമാണ്, ഫസ്റ്റ് ടേമിന് മാത്രം 1/A1 A2 എന്നുള്ളത് മാത്രമാണ്. ഇത് ജനറൽ ആയിട്ട് ട്രൂ ആണോ എന്ന് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 1/AN - 1 AN നോക്കി നമ്മൾ. ഓക്കെ, സോ ഇതിന് ട്രൂ ആണോ നോക്കി. ഇതിന് ട്രൂ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ നോക്കി 1/1 into 1/A1 അല്ലേ? ഓക്കെ, സോ 1/AN - 1/AN - 1 എത്ര എന്താ കിട്ടുക നോക്കുക. ദിസ് ഇസ് ഈക്വൽ ടു AN - 1 മൈനസ് AN ഡിവൈഡഡ് ബൈ AN - 1 ഇൻറ്റു AN എന്ന് വരും. ഓക്കെ, വാട്ട് ഈസ് AN - 1 മൈനസ് AN? അതാണ് നോക്കേണ്ടത്. അത് നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയോ? വാട്ട് ഈസ് AN? AN is equal to AN plus 1 plus 4 ആണ് അല്ലേ? സോ ഇവിടെ നമുക്ക് വേണ്ടത് AN - 1 ആണ്. സോ Nന് പകരം ഞാൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. N - 1 റീപ്ലേസ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടും? AN - 1 ഈക്വൽ ടു, Nന് പകരം N - 1 റീപ്ലേസ് ചെയ്യുമ്പോൾ N - 1 പ്ലസ് 1 വരും. സോ AN വരും, AN പ്ലസ് 4 എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? AN - 1 മൈനസ് AN ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4/AN - 1 AN എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു 4 എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ 1 എന്നാണ്. അപ്പോൾ 4 മേലെ എക്സ്ട്രാ വരുന്നത് നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിൽ ഒരു 1/4 ഇട്ടു. ഓക്കെ, 1/4 ഇട്ട്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനെ 1/AN - 1 AN എന്നുള്ളതിനെ 1/4 into 4/AN - 1 AN ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity 1/A1 A2 plus 1/A2 A3 plus etc plus 1/AN - 1 AN ആണുള്ളത്. സോ എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു 4 വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1/4 വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. 1/4 വെച്ചിട്ട് ഇതാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സോ എല്ലാത്തിനും തന്നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, അതേപോലെ തന്നെ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ എന്നുണ്ടായിരിക്കും? ഒരു 1/4 ഉണ്ടായിരിക്കും പുറത്ത്, ഒരു കോമൺ 1/4 ഉണ്ടായിരിക്കും. 1/4 തന്നെ പുറത്തെടുത്തു. 1/4 ലിമിറ്റ് n tends to infinity എല്ലാതും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/A1 A2 പ്ലസ് ആൻഡ് വാട്ട് ഇസ് A1 A2 നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതാം, കുഴപ്പമില്ല. 1 into 5 പ്ലസ് 4/5 into 9 പ്ലസ് 4/9 into 13 പ്ലസ് എക്സെട്ര പ്ലസ് 4/AN - 1 AN എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1/4 into ലിമിറ്റ് n tends to infinity. വാട്ട് ഈസ് 4/1 into 5? 1 minus 1/5 പ്ലസ് ഇതെന്താണ്? 4/5 into 9 എന്ന് പറയുമ്പോൾ 1/5 minus 1/9 അല്ലേ? 9 minus 5/5 into 9. 9 minus 5 is 4. നെക്സ്റ്റ് എന്ത് വരും? 1/9 minus 1/13 വരും, പ്ലസ് എക്സെട്ര പ്ലസ്
1 by an minus 1 by an minus 1 വരും. ഓക്കെ, ഈ രീതിയിൽ വരും. ഇവിടെ നോക്കൂ, മൈനസ് 1/5 പ്ലസ് 1/5 ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് 1/9 പ്ലസ് 1/9 ക്യാൻസൽ ചെയ്ത്. സോ മൈനസ് 1/13 പ്ലസ് 1/13 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ അവസാനം എന്ത് വരും? ഈ പ്ലസ് 1/an വരെയുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ അവിടെ ക്യാൻസൽ ചെയ്യാനില്ല. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? ബാക്കി കിട്ടുന്നത് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓർ പുറത്തൊരു 1/4 ഉണ്ട്. 1/4 ലിമിറ്റ് n tends to infinity 1 minus 1 by an minus 1. Okay, limit 1 minus 1 by an minus 1. Okay, so ഇവിടെ നോക്കൂ, ഇവിടെ this is equal to 1 by an minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? 1 by an plus 4 ആണ് അല്ലേ? an minus 1 എന്ന് ഈക്വൽ ടു an plus 4 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ആക്ച്വലി 1 by, സോ ഈ ഒരു സീക്വൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിന്റെ സീക്വൻസിന്റെ ലിമിറ്റ് ആണല്ലോ കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ സീക്വൻസിന്റെ ലിമിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഈ സീക്വൻസിന്റെ ലിമിറ്റ് നോക്കാം, ഇത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 1 by a1 എന്താണ്? 1 by minus 1 plus 4 1 by that is equal to okay minus 1 plus 4 വരും. നെക്സ്റ്റ് a2 എന്ന് പറഞ്ഞാൽ minus 5 plus 4 1 by minus 9 plus 4 1 by minus 13 plus 4 എക്സെട്ര എന്നുള്ള ഫോമിലാണുള്ളത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 1 by 3 1 by minus 1 1 by നെക്സ്റ്റ് വരുന്ന minus 5 1 by minus 9 നെക്സ്റ്റ് 1 by minus 13. ഒന്നങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് ടേമിൽ മാറ്റം വന്നതേ ഉള്ളൂ. പക്ഷേ ഈ സീക്വൻസ് എങ്ങോട്ടാ പോകുന്നത്? സീക്വൻസ് കൺവേർജസ് ടു 0. സോ നമുക്ക് എന്ത് കിട്ടും? 1 by an minus 1 converges to 0 as n tends to infinity. As n tends to infinity. So നമുക്ക് എന്ത് പറയാം? മേലുള്ളത് നമുക്ക് എന്ത് പറയാം? This is equal to 1 by 4 into limit n tends to infinity 1 minus 1 by an minus 1 എന്ന് പറയുമ്പോൾ ഇത് 0ലേക്ക് കൺവേർജ് ചെയ്യും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? This is equal to 1 by 4 into 1. This is equal to 1 by 4. 1 by 4 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഓപ്ഷൻ 1 ഈസ് ട്രൂ. ഓപ്ഷൻ 1 ഈസ് ട്രൂ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആ ടേംസിനെ, ഓരോ ടേംസിനെ എന്ത് ചെയ്യാൻ നോക്കുക? മാക്സിമം സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസും ഒരു പ്ലസും തൊട്ടടുത്ത രീതിയിൽ എന്ത് വരും? ആയിട്ട് വരും, കോമൺ ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിട്ട് അതിനൊരു ചെറിയൊരു സീക്വൻസിന്റെ ഫോമിലേക്ക് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? സമ്മേഷൻ an അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ശ്വേത പറഞ്ഞത് നമുക്ക് ആദ്യം പറയാം. ശ്വേത പറഞ്ഞത് d is true. d is true. ശ്വേത പറഞ്ഞത് എന്തായാലും സമ്മേഷൻ an സ്ക്വയർ ഡൈവേർജന്റ് ആവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡൈവേർജന്റ് ആവില്ല എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? കൗണ്ടർ എക്സാമ്പിൾ വെച്ച് ചെയ്താൽ മതി. അതിന് ശ്വേത എടുത്തുള്ളത് an is equal to minus 1 power n by n സ്ക്വയർ ആണ്. ഓക്കെ, മൈനസ് 1 power n എടുക്കണമെന്ന് ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ അതിന്റെ മോഡ് an എന്താണ് വരുന്നത്? This is equal to 1 by n സ്ക്വയർ വരും. ഓക്കെ, 1 by n സ്ക്വയർ വരും. സോ സമ്മേഷൻ മോഡ് an equal to summation 1 by n square is convergent. സോ സമ്മേഷൻ an is absolutely convergent. ഹോൾഡ് ചെയ്തു. ഇനി നമുക്കത് സമ്മേഷൻ an സ്ക്വയർ എന്താ നോക്കുക? സമ്മേഷൻ an സ്ക്വയർ is equal to minus 1 power n by n square into minus 1 power n by n square. So summation 1 by n power 4 വരും. is convergent. Sorry, d is true അല്ല, d is false. not true എന്നാണ് ഉദ്ദേശിച്ചത്. is false. ഓക്കെ, സമ്മേഷൻ. അപ്പോൾ ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് ശ്വേത പറഞ്ഞിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇത് നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പ്രൂഫ് നോക്കാം വേണമെങ്കിൽ നമുക്ക്. ഓക്കെ, ഇതിൻ്റെ തന്നെ പ്രൂഫ് നോക്കാം. പ്രൂഫ് നോക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിലെ രണ്ടാമത്തെ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് സമ്മേഷൻ an is absolutely convergent എന്നുണ്ട്. absolutely convergent. ഇവിടുന്ന് ഷെഫിൽ നമുക്ക് എന്ത് പറഞ്ഞു? പറഞ്ഞ എല്ലാ absolutely convergent സീരീസും എന്താണ്? കൺവേർജന്റ് ആണ്. It implies that
summation an is convergent എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, സമ്മേഷൻ an കൺവേർജന്റ് ആണെന്ന് കിട്ടി. ഇനി സമ്മേഷൻ an സ്ക്വയറിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, സമ്മേഷൻ an സ്ക്വയറിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്. സോ നമ്മൾ bn ഈക്വൽ ടു എന്ത് ചെയ്തു, bn ഈക്വൽ ടു an ആക്കിയിട്ട് എടുത്തു. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an സ്ക്വയർ ബൈ bn എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an സ്ക്വയർ ബൈ an കിട്ടി, an സ്ക്വയർ ബൈ an കിട്ടി, and this is equal to limit n tends to infinity. What is this? This is mod a. This is equal to 0. Okay, this is equal to 0. So 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോട്ട് ഈക്വൽ ടു 0 നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഉള്ളത് പറഞ്ഞു. 0 വന്നു കഴിഞ്ഞാൽ സമ്മേഷൻ bn കൺവേർജന്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമ്മേഷൻ, ഈ സമ്മേഷൻ bn ഈസ് കൺവേർജന്റ്, that is റിസൾട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ലിമിറ്റ് n tends to infinity an by bn equal to 0 and summation bn is convergent, then summation an is convergent. ഓക്കെ, സോ ഇവിടെ an ന്റെ പൊസിഷനിലുള്ള ഇതാണ് an സ്ക്വയർ ആണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം, സമ്മേഷൻ an സ്ക്വയർ ഈസ് കൺവേർജന്റ്. ഓക്കെ, സമ്മേഷൻ an സ്ക്വയർ ഈസ് കൺവേർജന്റ്. അതാണ് അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള പ്രൂഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഒന്നാമത്തത് എയുടെ എങ്ങനെയാന്ന് നോക്കാം. അതായത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നോക്കാനുള്ളത് സമ്മേഷൻ ഫാൾസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡി ആണ് ഓപ്ഷൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ട്രൂ ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ബാക്കിയുള്ളതൊക്കെ ട്രൂ ആണെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മളൊരു പേര് കൊടുത്തു, ടി എൻ എന്ന് കൊടുത്തു. ടി എൻ ഇസ് ഈക്വൽ ടു എം ഫ്രം എൻ ടു ഇൻഫിനിറ്റി എ എം എന്ന് കൊടുത്തു. ഓക്കെ, എം ഫ്രം എൻ ടു ഇൻഫിനിറ്റി എ എം. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, ടി എൻ. ഓക്കെ, ടി വൺ എന്താണ് ആക്ച്വലി, ടി എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എം ഫ്രം 1 ടു ഇൻഫിനിറ്റി എ എം ആണ്. ഇതെന്താണ്, കൺവേർജന്റ് ആണ്. ഓക്കെ, കൺവേർജന്റ് ആണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, സമ്മേഷൻ എ എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ്. ആ ഒരു ഇതിൽ മാറ്റം വരുന്നുള്ളൂ, റെപ്രസെന്റേഷനിൽ മാറ്റം വരുന്നുള്ളൂ, എന്നുള്ളടത്ത് എം ആയിരുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. സമ്മേഷൻ എം ഫ്രം 1 ടു ഇൻഫിനിറ്റി എ എം അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, കൺവേർജന്റ് ആണ്. കൺവേർജസ് ടു സം എൽ എന്ന് എഴുതാം, ഓർ കൺവേർജസ് ടു ഈക്വൽ ടു സം എൽ എന്ന് എഴുതാം. ഓക്കെ, എൽ എന്ന് എഴുതാം. Now next T2, what is T2? T2 is equal to summation m from 2 to infinity am എന്ന് വരും. That is a1 plus a2 plus a3 plus etc എന്നാണ് വരുന്നത്. L എന്താണ്, a1 plus a2 plus etc എന്നുള്ളതാണ് വരുന്നത്. സോ a2 plus a3 plus etc എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, l minus a1 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി നെക്സ്റ്റ് T3 എന്താ വരിക, T3 is equal to summation m from 3 to infinity am എന്ന് വരും. ഓക്കെ, this is equal to l minus a1 plus a2 വരും. അങ്ങനെ എക്സെട്ര Tn എന്ത് വരും, Tn is equal to summation m from n to infinity am എന്ന് വരും. This is equal to l minus a1 plus a2 plus etc plus an minus 1 എന്ന് വരും. ഓക്കെ, an minus 1 എന്ന് വരും. അപ്പോൾ ഇതിന്റെ കൺവേർജൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലേ, ഇതിന്റെ കൺവേർജൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് എങ്ങോട്ടാ, സീറോയിലേക്കാണ് പോകുന്നത് നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് എങ്ങോട്ടാ പോകുന്നത് നോക്കിയാൽ മതി, ടി എൻ. അപ്പൊ ടി എൻ നമുക്ക് എന്ത് കിട്ടി, എൽ മൈനസ് എ വൺ പ്ലസ് എ ടു പ്ലസ് എക്സെട്ര എ എൻ മൈനസ് 1 എന്ന് കിട്ടി. ആൻഡ് ആക്ച്വലി വാട്ട് അബൌട്ട് ദിസ് എൽ മൈനസ്, ഇതെന്താണ്, ഇതിന്റെ എൻ മൈനസ് 1 വരെയുള്ളതിന്റെ, ഇതിന്റെ അല്ല, നമ്മുടെ സീരീസിന്റെ, ഈ സീരീസിന്റെ എൻ മൈനസ് 1 വരെയുള്ള ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം, ദാറ്റ് ഈസ് എസ് എൻ മൈനസ് 1 വരും. ഇനി ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്താണ്, ഇത് കൺവേർജന്റ് ആണ്, കൺവേർജസ് ടു ദി സെയിം ലിമിറ്റ് എൽ. ഓക്കെ, സോ ആസ് n tends to infinity or
ലിമിറ്റ് n tends to infinity tn equal to limit n tends to infinity l minus sn minus 1 which is equal to l minus l ഒരു കോൺസ്റ്റന്റ് ആണ് l minus limit n tends to infinity sn minus 1. ഓക്കെ, ലിമിറ്റ് n tends to infinity sn minus 1 എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനോട് ഈക്വൽ ആണ്? l minus summation m from 1 to infinity am ന് ഈക്വൽ ആണ്. ഓക്കെ, സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജ് ചെയ്യുന്ന അതേ പോയിന്റിലേക്ക് തന്നെയാണ് ആ സീരീസിന്റെ കൺവേർജൻസ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു l minus l equal to 0. l minus l equal to 0. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് സമ്മേഷൻ an sin n എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് സമ്മേഷൻ b an sin n? നമുക്കറിയാം sin n എന്നുള്ളത് എന്താണ്? sin n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മോഡ് sin n or sin n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, sin n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ an. ഇവിടെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇത് കൺവേർജന്റ് ആണ് അല്ലെ? സമ്മേഷൻ an എന്താണ്? കൺവേർജന്റ് ആണ്. സമ്മേഷൻ an കൺവേർജന്റ് ആണ്. സോ നമുക്ക് റിസൾട്ട് ഉണ്ട്. എന്ത് റിസൾട്ട്? if summation bn is less than or equal to summation cn and summation cn is convergent, then summation bn is convergent. ഇതിന്റെ കൂടെ തന്നെ വേറെ റിസൾട്ടും കൂടി പറയാണ്. and if summation bn is less than or equal to summation cn and summation bn, okay, and summation bn is divergent, summation bn is divergent, then summation cn is divergent. Okay, summation cn is divergent. Okay, so ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സമ്മേഷൻ an കൺവേർജന്റ് ആണ് നമുക്കറിയാം. സോ ദിസ് ഈസ് ഓൾസോ കൺവേർജന്റ്. അപ്പോൾ അത് ട്രൂ ആണ്. ബി ഈസ് ട്രൂ. നെക്സ്റ്റ് വരുന്നതാണ് നോക്കാനുള്ളത്. നെക്സ്റ്റ് പറയുന്നത് നമുക്കെന്തറിയാം? സി സമ്മേഷൻ ഇ പവർ an നെ കുറിച്ചാണ് പറയേണ്ടത്. വി ഹാവ് സമ്മേഷൻ an ഈസ് കൺവേർജന്റ് അല്ലെ? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയതുകൊണ്ട് കൺവേർജന്റ് ആയിരിക്കും. വിൽ ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്തറിയാം? ലിമിറ്റ് n tends to nth ടൈം അങ്ങോട്ട് പോകും, 0ലേക്ക് കൺവേർജ് ചെയ്യും. nth ടൈം ലിമിറ്റ് n tends to infinity an ഈക്വൽ ടു 0 ആയതുകൊണ്ട് this implies that limit n tends to infinity e power an equal to e power 0 ആയിരിക്കും. ഓക്കെ, e power an is equal to e power 0 ആയിരിക്കും. റിസൾട്ട് ആണ്. ഓക്കെ, നമുക്ക് പറയാം ആക്ച്വലി എക്സ്പോണൻഷ്യൽ എന്നുള്ളത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ an കൺവേർജസ് ടു a ആണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ f of an കൺവേർജസ് ടു f of a എന്നുള്ള റിസൾട്ട് ഉണ്ട്. കണ്ടിന്യൂറ്റിയിൽ പറയുന്നുണ്ട്. അത് വെച്ചാണ് അവിടെ എന്ത് പറയുന്നത്? e power an കൺവേർജസ് ടു e power a എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അങ്ങനെ പറയാം. സോ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി നമുക്ക് റിസൾട്ട് ഉണ്ട്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഇഫ് സമ്മേഷൻ an ഈസ് കൺവേർജന്റ് then ലിമിറ്റ് an ഈക്വൽ ടു 0. അപ്പോൾ അതിന്റെ കോൺട്രാപോസിറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് ഇഫ് limit an not equal to 0 then summation an is not convergent. Not convergent. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ an എന്നുള്ളതിന് പകരം അവിടെ ഉള്ളത് e പവർ an ആണ്. e പവർ an എന്താണ്? 1ലേക്കാണ് പോകുന്നത്, നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? will implies that summation e power an is not convergent. That is divergent. Divergent എന്നാണ്. അപ്പോൾ ആ മൂന്ന് സ്റ്റേറ്റ്മെന്റ്